Hi all, good evening. Next, നമ്മൾ പറയുന്നത് effect of time upon supply. According to Marshall, time has tremendous influence upon the determination of price. Price determine ചെയ്യുന്നതിൽ ടൈമിന് വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാണ് പറയുന്നത് according to Marshall. The supply doesn't change in accordance with the change in demand. ഡിമാൻഡിനനുസരിച്ചുള്ള ചേഞ്ച്, ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് എന്തുണ്ടാവുന്നില്ല, സപ്ലൈയിൽ നേരിട്ടൊരു മാറ്റം വരുന്നില്ല. ഇറ്റ് ടേക്സ് സം ടൈം ടു ചേഞ്ച് ദ സപ്ലൈ. എന്താണ് സപ്ലൈ ഡിമാൻഡിനനുസരിച്ച് ചേഞ്ച് ആവുന്നത് ബൈ ടേക്കിംഗ് സം ടൈം. കുറച്ച് ടൈം എടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ചേഞ്ചസ് സപ്ലൈയിൽ വരുന്നത്. This is due to the technical aspects of production. A certain amount of time will take to expand the size and organization of the firm to increase output. അപ്പോൾ കുറച്ച് ടൈം എടുത്തുകൊണ്ടാണ് എന്ത് വരുന്നത്, there is some time is taken to expand the size and organization of the firm to increase output. Output increase ചെയ്യാൻ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫേം എന്ത് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഫർദർ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിച്ച് ഈസ് ദ ബേസിസ് ഓഫ് ദ സപ്ലൈ ഓഫ് എ പ്രോഡക്റ്റ് ഓൾസോ വേരീസ് ഓവർ ടൈം. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ which is the basis of the supply of a product. പ്രോഡക്റ്റിൻ്റെ സപ്ലൈൻ്റെ ബേസിസ് ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വേരി ചെയ്യുന്നത് ടൈം എടുത്തുകൊണ്ടാണ്. In short period, the cost of production will be higher because there is no enough time to change the scale of plant. ഒരു ഷോർട്ട് പീരീഡിലാണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അതിന് കാരണം എന്താ വെച്ചാൽ അവർക്ക് എന്തില്ല, അവരുടെ സ്കെയിൽ ഓഫ് പ്ലാന്റ് ചേഞ്ച് ചെയ്യാനുള്ള ടൈം അവർക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ ഷോർട്ട് പീരീഡിൽ ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഹയർ ആയിരിക്കും. In the long period, a firm is able to produce at a lower cost. ലോങ് പീരീഡിലാണെങ്കിൽ ഫേമിന് ടൈം എടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാന്റ് ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് പോസിബിൾ ബിക്കോസ് ഇറ്റ് ക്യാൻ ചേഞ്ച് ദ സ്കെയിൽ ഓഫ് പ്ലാന്റ് ടു എനി എക്സ്റ്റെൻഡ് ഇറ്റ് വിഷസ്. ദിസ് ദ എലമെന്റ് ഓഫ് ടൈം ഹാസ് ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ സപ്ലൈ. ടൈമിന് നല്ലൊരു ഇൻഫ്ലുവൻസ് സപ്ലൈയിലുണ്ട്. Hence, the element of time is very important in determination of the price of a product. ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നതിൽ ടൈമിന് വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ട്. മാർഷൽ ഒരു 4 ടൈം പീരീഡ്സ് പറയുന്നുണ്ട്. അതിലൊന്നാണ് വെരി ഷോർട്ട് പീരീഡ്, ദാറ്റ് ഇസ് മാർക്കറ്റ് പീരീഡ്. 4 തരത്തിലാണ് മാർഷൽ പറയുന്നത്. ഒന്ന് മാർക്കറ്റ് പീരീഡ് ആണ്, അതിന് വെരി ഷോർട്ട് പീരീഡ്. രണ്ടാമത് ഷോർട്ട് പീരീഡ്, ലോങ് പീരീഡ്, ദെൻ വെരി ലോങ് പീരീഡ്. അങ്ങനെ 4 തരത്തിൽ ടൈം പീരീഡിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് മാർക്കറ്റ് പീരീഡ്, വെരി ഷോർട്ട് പീരീഡ്. അപ്പോൾ വെരി ഷോർട്ട് പീരീഡ് ഒരു ഡേ അല്ലെങ്കിൽ വെരി ഫ്യൂ ഡേയ്സ് അങ്ങനെയൊക്കെയുള്ള കമ്മോഡിറ്റീസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട്സ്, മിൽക്ക്, ഫിഷ്, അങ്ങനെ വെജിറ്റബിൾസ്, അതൊക്കെ ഈ ഒരു കാറ്റഗറി വരുന്നതാണ്. വെരി ഷോർട്ട് പീരീഡ് ആണ്, ഒരു ഡേ അല്ലെങ്കിൽ കുറച്ച് ഡേയ്സ് മാത്രമേ അതിൻ്റെ ഒരു നിൽക്കുള്ളൂ. This period is so short that the supply will be limited to the existing stock. Since the supply is more or less fixed, demand alone determine the price. ഇവിടെ സപ്ലൈ more or less fixed ആണ്, സപ്ലൈ മാറ്റാനുള്ള ഒരു ടൈം ഇല്ല ഇവിടെ. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് മാത്രമാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഡിമാൻഡിനനുസരിച്ചാണ് പ്രൈസ് ഇവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്. The supply curve in the market period is a vertical straight line. സപ്ലൈ കർവ് മാർക്കറ്റ് പീരീഡിൽ, വെരി ഷോർട്ട് പീരീഡിൽ സപ്ലൈ കർവ് വരിക ഒരു വെർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈൻ ആയിട്ടായിരിക്കും. ദിസ് സിംപ്ലൈസ് ദാറ്റ് ദ സപ്ലൈ റിമെയിൻസ് ഫിക്സഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡിൽ ചേഞ്ചസ് ഉണ്ടെങ്കിലും എന്തിൽ മാറ്റം വരുന്നില്ല, സപ്ലൈയിൽ മാറ്റം വരുന്നില്ല, സപ്ലൈ റിമെയിൻസ് ഫിക്സഡ്. അപ്പോൾ ചേഞ്ചസ് വരുന്ന ഡിമാൻഡിൽ ചേഞ്ചസ് വന്നാലും സപ്ലൈനെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ അതിനുള്ളൊരു ടൈം കിട്ടുന്നില്ല. മോസ്റ്റ് ഓഫ് ദ പെരിഷബിൾ ഗുഡ്സ് ലൈക്ക് ഫിഷ്, എഗ്, ഫ്രൂട്ട്സ് ആർ കം അണ്ടർ ദിസ് കാറ്റഗറി. ദ ഇക്വിലിബ്രിയം പ്രൈസ് ഈസ് ദാറ്റ് പ്രൈസ് വിച്ച് ദ എൻഡ് സപ്ലൈ ഈസ് സോൾഡ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് പീരീഡ് വെരി ഷോർട്ട് പീരീഡ് ആണ്. അവിടെ എന്തില്ല, ഡിമാൻഡിനനുസരിച്ച് സപ്ലൈയിൽ മാറ്റം വരുന്നില്ല. ഇവിടെ ഡിമാൻഡ് മാത്രമാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതാണ് മാർക്കറ്റ് പീരീഡ്. Then short period.
ഷോർട്ട് പീരീഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ടൈം ഉണ്ട്. മാർക്കറ്റ് പീരീഡ് അത്രയും കുറച്ചല്ല, അതിലേറെ കുറച്ചും കൂടി ടൈം കിട്ടും. ഷോർട്ട് പീരീഡ് ഈസ് എ പീരീഡ് ഡ്യൂറിംഗ് വിച്ച് ദ സപ്ലൈ ഓഫ് കമ്മോഡിറ്റി ക്യാൻ ബി ചേഞ്ച്ഡ് വിത്തൗട്ട് ചേഞ്ച് ദ എക്സിസ്റ്റിംഗ് പ്ലാന്റ് ആൻഡ് മെഷീനറി. എക്സിസ്റ്റിംഗ് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ചേഞ്ച് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? സപ്ലൈയിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും. ഇവിടെ സ്കെയിൽ ഓഫ് പ്ലാന്റ് ചേഞ്ച് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല. പക്ഷേ വേരിയബിൾ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് അവിടെ നമുക്ക് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിലും വേരിയബിൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ചേഞ്ചസ് ഇവിടെ ഷോർട്ട് പീരീഡിൽ കൊണ്ടുവരാൻ പറ്റും. ദ സപ്ലൈ കർവ് വുഡ് ബി മൂവിങ് അപ്വേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഷോർട്ട് പീരീഡിൽ സപ്ലൈ കർവ് ലെഫ്റ്റ് നിന്നും റൈറ്റിലേക്ക് അപ്വേർഡ് ആയിട്ടാണ് കാണിക്കുക. The price of a commodity in the short period is determined by supply to a certain extent and the demand. ഒരു ഷോർട്ട് പീരീഡിലുള്ള കമ്മോഡിറ്റിൻ്റെ പ്രൈസ് ഇവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത് സപ്ലൈ ആണ്, ടു certain extent. ഒരു പരിധി വരെ സപ്ലൈ ആണ് ഇവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡിമാൻഡും. മറ്റൊരു ഡിമാൻഡ് മാത്രമാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് മാർക്കറ്റ് പീരീഡിൽ. ഇവിടെ ഷോർട്ട് പീരീഡിലാണെങ്കിൽ സപ്ലൈയും വരുന്നുണ്ട്, അതുപോലെ ഡിമാൻഡും വരുന്നുണ്ട്. In the short period, the commodities are durable and reproducible. Okay. Then മൂന്നാമത്തെ period ആണ് long period. Long period is a period during which sufficient time is available to change the fixed as well as variable production factors. Long period എന്ന് പറഞ്ഞാൽ അവിടെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ടൈം ഉണ്ട്. ഫിക്സഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ വേരിയബിൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലും ചേഞ്ചസ് വരുത്താനുള്ള സഫിഷ്യൻറ്റ് ടൈം ഈ ഒരു പീരീഡിൽ കിട്ടുന്നുണ്ട്. ദസ് ദ ഔട്ട്പുട്ട് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ചേഞ്ചിങ് പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ്. നമുക്ക് പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ടിൽ മാറ്റം വരുത്താം. ദ സപ്ലൈ ക്യാൻ ഈസിലി ബി അഡ്ജസ്റ്റഡ് ടു ചേഞ്ചിങ് ഡിമാൻഡ്. ഡിമാൻഡിന് അനുസരിച്ചുള്ള ചേഞ്ചിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സപ്ലൈയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. Thus, the price in the long period is determined by the forces of both demand and supply. ഇവിടെ കൃത്യമായിട്ട് എന്താണ്? ഡിമാൻഡിൻ്റെയും സപ്ലൈൻ്റെയും ആ ഒരു ഫോഴ്സ് മൂലമാണ് ഇവിടെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇവിടെ ഡിമാൻഡും സപ്ലൈ ഫോഴ്സസ് ആണ് ഇവിടെ ലോങ് പീരീഡിൽ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. The cost of production has a decisive role in price determination in long period. Here the supply curve would be more flatter than the short period supply curve. Short period supply curve-നേക്കാളും കുറച്ചുകൂടി ഫ്ലാറ്റർ ആയിരിക്കും ഉണ്ടാവുക. The price that is determined in the long period is called the long run normal price. Then നാലാമത്തെ പീരീഡ് ആണ് very long period. The long period or secular period will include all the changes in demand and supply which require long period of time. വളരെ ലോങ് പീരീഡ് ആയിട്ട് ടൈം കിട്ടുകയാണെങ്കിൽ, വെരി ലോങ് പീരീഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ സെക്കുലർ പീരീഡ്, എല്ലാ ചേഞ്ചസും സപ്ലൈയിലും ഡിമാൻഡിലൊക്കെ ചേഞ്ചസ് വരുത്താൻ ഇഷ്ടംപോലെ നല്ല ടൈം കിട്ടുന്നതാണ് ഏത്? വെരി ലോങ് പീരീഡ്. ദീസ് ആർ ദ ഇപ്പോൾ ചേഞ്ചസ് ഇൻ ദ സൈസ് ഓഫ് പോപ്പുലേഷൻ, സപ്ലൈസ് ഓഫ് റോ മെറ്റീരിയൽ, സപ്ലൈ ഓഫ് ക്യാപിറ്റൽ, ഇതൊക്കെ സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ്. ഇതൊക്കെ വെരി ലോങ് പീരീഡിൽ വരുന്നതാണ്. ഓക്കെ, ഇത്രയും 4 പീരീഡ്സ് ആണ് മാർഷൽ പറയുന്ന 4 ടൈം പീരീഡ്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സപ്ലൈ കർവ്സ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. സപ്ലൈ കർവ്സ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അതിൽ ഫസ്റ്റ് പറയുന്നത് shortened supply curve of a firm. Shortened supply curve. Shortened supply curve അതിൽ ഫേമിൻ്റെതുണ്ട്, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയുടേത്. ഷോർട്ടൺ സപ്ലൈ കർവിൽ വരുന്ന ഫസ്റ്റ് ഫേമിൻ്റെ ഷോർട്ടൺ സപ്ലൈ കർവ്, പിന്നെ വരുന്നത് ഇൻഡസ്ട്രിയുടെ, പിന്നെ വരുന്നത് ലോങ് പീരീഡ് സപ്ലൈ കർവ്. നമുക്ക് പഠിക്കാം ലോങ് പീരീഡ്, ലോങ് റൺ സപ്ലൈ കർവ്. അതിലും ഫേമിൻ്റെ വേറെ, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയുടെ വേറെ.
അങ്ങനെ 4 കേസായിട്ടാണ് പറയുന്നത്. ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം, ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് ആൻ ഇൻഡസ്ട്രി, then long run supply curve of a firm, then long run supply curve of an industry. Okay, അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം ആണ് പറയുന്നത്. ഫസ്റ്റ് എത്തത് പറയുന്നത് നമ്മൾ ഫസ്റ്റ് എത്തതിൽ എ ആണ് പറയുന്നത്. Short run supply curve of a firm. The supply curve of a firm shows the quantity of output that the firm will supply at different prices. ഒരു ഫേമിൻ്റെ സപ്ലൈ കർവ് കാണിക്കുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, എത്രത്തോളം ഔട്ട്പുട്ട് ദാറ്റ് ദ ഫേം വിൽ സപ്ലൈ, ഒരു ഫേം സപ്ലൈ ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്രൈസസിൽ ഫേം സപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആണ് സപ്ലൈ കർവിൽ കാണിക്കുക. ദ സപ്ലൈ കർവ് ഓഫ് എ ഫേം ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. സപ്ലൈ കർവ്, ഒരു ഫേമിൻ്റെ സപ്ലൈ കർവ് ഡിറൈവ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. ജസ്റ്റ് ആസ് ദ ഡിമാൻഡ് കർവ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം ദ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ. This means that the firm will fix only that quantity of supply which gives the maximum profit. എന്താ പറയുന്നത്, ഫേം ഫിക്സ് ചെയ്യുന്നത് ഓൺലി ദ ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ വിച്ച് ഗീവ്സ് ദ മാക്സിമം പ്രോഫിറ്റ്. മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന രൂപത്തിലായിരിക്കും ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഗ്രാഫിൻ്റെ സഹായത്തോടെ അതൊന്ന് ഷോർട്ട് റൺ സപ്ലൈ കർവ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഈ ഒരു ഡയഗ്രം നോക്കാം. അറ്റ് ദ ഇക്വിലിബ്രിയം പോയിന്റ് ഓഫ് എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ഫേം, പ്രൈസ് ഇസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ. നമുക്കറിയാം പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ മാർജിനൽ റവന്യൂ ഒക്കെ ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ ഇവിടെ പ്രൈസ്, ഈ ഒരു പ്രൈസ് ലൈന്, ഇവിടെ പി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ഇതിൽ പി എന്ന് പ്രൈസ് ഈസ് ഈക്വൽ ടു എം ആർ, എം ആറിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റ് ഈക്വൽ ടു എ ആർ. അപ്പോൾ ഈ ഒരു ലൈന് പ്രൈസ് എന്ന് പറഞ്ഞാൽ മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്, അതിന് ഈക്വൽ ആയിരിക്കും. ഹെൻസ് പ്രൈസ് ഈസ് ഓൾസോ ഈക്വൽ ടു ദ മാർജിനൽ കോസ്റ്റ്. അറ്റ് ദ ഇക്വിലിബ്രിയം പോയിന്റ് ഇ, പി ഈസ് ഈക്വൽ ടു എ ആർ ആൻഡ് എം ആർ. ഈ ഒരു ഇക്വിലിബ്രിയം വരും, ഇതാണ് ഇക്വിലിബ്രിയം പോയിന്റ്. ഈ ഒരു ഇതിൽ, ഈ ഒരു ലൈനിൽ എന്തായിരിക്കും ഇക്വിലിബ്രിയം പോയിന്റ്, ഈ എന്നുള്ള ഇക്വിലിബ്രിയം പോയിന്റിൽ പി എന്ന് പറഞ്ഞാൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ ആറിനും ആവറേജ് റവന്യൂക്കും മാർജിനൽ റവന്യൂക്കും ഈക്വൽ ആയിരിക്കും. ഇൻ ദ ഗ്രാഫ് വി ക്യാൻ സീ ദാറ്റ് ദ ഇക്വിലിബ്രിയം പോയിന്റ് ഇ, ദ മാർജിനൽ കോസ്റ്റ് കർവ് ഇന്റർസെക്ട് ദ പ്രൈസ് കർവ് ഓർ മാർജിനൽ റവന്യൂ കർവ് ഓർ ആവറേജ് റവന്യൂ കർവ്. മാർജിനൽ കോസ്റ്റ് കർവ്, ഇതാണ് മാർജിനൽ കോസ്റ്റ് കർവ്. ഈ മാർജിനൽ കോസ്റ്റ് കർവ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് മാർജിനൽ റവന്യൂ കർവിന്. ഇത് നമ്മൾ പറഞ്ഞു, ഇതാണ് മാർജിനൽ റവന്യൂ. മാർജിനൽ റവന്യൂവും എ ആർ ഒക്കെ ഈക്വൽ ആവുന്നതാണ് ഇവിടെ ഇതിന് ഇന്റർസെക്ട് ചെയ്യുന്നു ഈ മാർജിനൽ കോസ്റ്റ് കർവ് ഇക്വിലിബ്രിയം പോയിന്റിൽ. This at point E, P is equal to MR is equal to AR is equal to MC. അതുകൊണ്ട് P എന്ന് പറഞ്ഞാൽ P എന്നുള്ള ഈ ഒരു ലൈനിൽ എന്താണ്, ARഉം MRഉം MC ഒക്കെ ഈക്വൽ ആയിരിക്കും. Here the quantity supplied is OQ. ഇവിടെ ക്വാണ്ടിറ്റി E എന്നുള്ള പോയിന്റിൽ ക്വാണ്ടിറ്റി സപ്ലൈ എന്താണ്, OQ ആയിരിക്കും. OQ ആണ് ഇവിടെ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നത്. We can also see that at point E, the average variable cost curve touches AR or MR curve and also cuts the MC curve. ഈ ഒരു E എന്നുള്ള പോയിന്റിൽ, ഇക്വിലിബ്രിയം പോയിന്റിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് AVC, ഇതാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഈ കർവ് എന്ന് പറഞ്ഞാൽ. ഈ AVC എന്ത് ചെയ്യുന്നുണ്ട്, ടച്ചസ് ARനെ ടച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ MRനെ ടച്ച് ചെയ്യുന്നു. ആൻഡ് ഓൾസോ കട്ട്സ് ദ MC കർവ്. ഈ ഒരു AVC എന്ന് പറഞ്ഞ കർവ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ MC കർവിനെ കട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു പോയിന്റിൽ.
MC curve cuts the MR curve from below. MC curve എന്ന് ചെയ്യുന്നുണ്ട്, ഇതാണ് MC curve. അത് താഴെ നിന്ന് എന്ത് ചെയ്യുന്നു, MR curve-നെ കട്ട് ചെയ്യുന്നു. This means that the firm under perfect competition can continue to operate in the short run so long as it is able to cover at least its variable cost. ഇവിടെ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഫേമിന് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഫേമിന് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ട് റണ്ണിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. സോ ലോങ് ആസ് ഇറ്റ് ഈസ് ആബിൾ ടു കവർ അറ്റ് ലീസ്റ്റ് ഇറ്റ്സ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എങ്കിലും കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. A firm which is not in a position to cover its short-run variable cost will choose to shut down its business. അപ്പോൾ ഒരു ഫേമിന് അതിൻ്റെ ഷോർട്ട് റൺ വേരിയബിൾ കോസ്റ്റും കൂടി കവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. By doing so, the firm can minimize its losses in the short run. അത് അങ്ങനെ ഷട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ലോസസ് അതിനെ മിനിമൈസ് ചെയ്യാം. The firm is not in a position to supply any quantity at a price below the minimum point of AVC. ഇവിടെ ഒരു ഫേമിനും ഈ ഒരു AVC, ഇതാണ് AVC എന്നുള്ളത്, ഇതിന് താഴേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സപ്ലൈ ചെയ്യാൻ പറ്റില്ല. Firm is not in a position to supply any quantity at a price below the minimum point of AVC. AVCക്ക് താഴെയുള്ളൊരു പ്രൈസിൽ, ഇപ്പോൾ ഈ എന്നുള്ള പോയിന്റിൽ താഴേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ മേലോട്ട് മാത്രം ഇതിന് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. The point at which the firm just covers its variable cost is called shutdown point. But the point at which the firm just cover, അതിൻ്റെ വേരിയബിൾ കോസ്റ്റ് കവർ ചെയ്യുന്ന ആ ഒരു പോയിന്റ്, ജസ്റ്റ് കവർ ചെയ്യുന്ന ആ പോയിന്റിലാണ് അതിന് ഷട്ട് ഡൗൺ പോയിന്റ്. അതിൻ്റെ താഴേക്ക് അതിനൊരിക്കലും അതിന് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു ഇക്വിലിബ്രിയം പോയിന്റിന് ഷട്ട് ഡൗൺ പോയിന്റ് വരുന്നത്. ഇവിടെ തന്നെയാണ് ഷട്ട് ഡൗൺ പോയിന്റ് വരുന്നത്, ഷട്ട് ഡൗൺ പോയിന്റ് വരുന്നത്. അപ്പോൾ ഇതിന് താഴേക്ക് ഒരിക്കലും അതിന് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ഇപ്പോൾ ഇതാണ് പ്രൈസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യാന്ന് വിചാരിക്കുക. ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ക്വാണ്ടിറ്റി സപ്ലൈഡ് ഇൻക്രീസസ് ഫ്രം O2 Q2 Q1 to Q2 to Q3 റെസ്പെക്റ്റീവ്ലി. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, ക്വാണ്ടിറ്റി സപ്ലൈ ഇൻക്രീസ് ചെയ്യാണ്. Q1 Q2 Q3 എന്ന് പറഞ്ഞിട്ട് ഇൻക്രീസ് ചെയ്തു. പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലൈയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. If we plot the successive points of intersections of MC curve, we get the supply curve. അപ്പോൾ നമ്മൾ ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ്, അതിനെ നമ്മൾ എന്ത് പറയുന്നത്, അപ്പോൾ ഈ E1 E2 E3 ഇതൊക്കെ ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റ് ആണ് നമ്മുടെ എന്ത്, സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഇവിടെ സെപ്പറേറ്റ് ചെയ്യണമെന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട് സപ്ലൈ കർവ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു AVC ലൈനിൻ്റെ മേലേക്കുള്ള ഭാഗമാണ് ഇവിടെ സപ്ലൈ കർവ്. ഇവിടെ സെപ്പറേറ്റ് ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. This the firm produces supplies by moving up and down along its MC curve. In other words, MC curve is the supply curve of the firm under perfect competition in the short run. അപ്പോൾ നമ്മൾ ഇവിടെ സപ്ലൈ കർവ് ഇവിടെ സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട്. The lowest point of the shortened supply curve is the shut-down point of the firm. ഇപ്പോൾ ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇത് ഒരു സപ്ലൈ കർവ് ആണ്. ഇതിന് താഴേക്കുള്ള പോയിന്റ് ഒക്കെ ഇവിടെ ഈ പോയിന്റ് എന്താണ്, ഷട്ട് ഡൗൺ പോയിന്റ് ആണ്. അതിന്റെ താഴേക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സപ്ലൈ ചെയ്യാൻ പറ്റില്ല. To the left of the shutdown point, the firm cannot produce anything. വെച്ചാൽ ഈ ഒരു E എന്നുള്ള പോയിന്റ്, അതിന്റെ താഴേക്കൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. Therefore, the portion of the MC curve is not included in the supply curve of the firm. ഇപ്പോൾ സപ്ലൈ കർവ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ MC കർവ് ആണ്. ഈ MC കർവിൽ ഇതിന് താഴേക്കുള്ള പോർഷൻ എന്തല്ല, സപ്ലൈ കർവ്. ഇതിന് മേലോട്ടുള്ള പോർഷനാണ് സപ്ലൈ കർവ് ആയിട്ട് വരുന്നത്. ഇവിടെ SS ആണ് സപ്ലൈ കർവ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ. അറ്റ് ഈച്ച് ഇക്വിലിബ്രിയം പോയിന്റ് ദ പ്രൈസ് ഇസ് ഡിറ്റർമിൻ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് വേർ ദ ഡിമാൻഡ് കർവ് ഇന്റർസെക്ട് ദ സപ്ലൈ കർവ്. ഡിമാൻഡ് കർവും സപ്ലൈ കർവ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ദസ് അറ്റ് ഇക്വിലിബ്രിയം പോയിന്റ്സ് D is equal to P is equal to AR is equal to MR is equal to MC. MR ഉം MC യും
AR ഒക്കെ ഈക്വൽ ആവുന്ന ആ ഒരു പോയിന്റിലാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. To conclude, under perfect competition, a firm produces an output at which marginal cost equals price. Perfect competitionൽ ഒരു ഫേം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റ് ഈക്വൽസ് ദ പ്രൈസ്. പ്രൈസും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആവുന്നതിലാണ്. ഇഫ് ദ പ്രൈസ് ഈസ് ഹയർ ദാൻ ദ മാർജിനൽ കോസ്റ്റ്, പ്രൈസ് മാർജിനൽ കോസ്റ്റിനേക്കാളും ഹയർ ആണെങ്കിൽ ദ ഫേം വിൽ എക്സ്പാൻഡ് ഇറ്റ്സ് ഔട്ട്പുട്ട്. മാർജിനൽ കോസ്റ്റിനേക്കാളും കൂടുതലാണ് പ്രൈസ് എങ്കിൽ ഫേം എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു അണ്ടിൽ ഇറ്റ്സ് മാർജിനൽ കോസ്റ്റ് ഈക്വൽസ് പ്രൈസ്. മാർജിനൽ കോസ്റ്റും പ്രൈസും ഈക്വൽ ആവുന്ന വരെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഫേം എന്ത് ചെയ്യുന്നു, അതിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇഫ് ദ പ്രൈസ് ഈസ് ലെസ് ദാൻ ദ മാർജിനൽ കോസ്റ്റ്, പ്രൈസ് മാർജിനൽ കോസ്റ്റിനേക്കാളും കുറവാണെങ്കിൽ the firm will reduce the output till the marginal cost equals price. മാർജിനൽ കോസ്റ്റും പ്രൈസും ഈക്വൽ ആവുന്നവരെ അതിൻ്റെ ഔട്ട്പുട്ട് അത് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ മാർജിനൽ കോസ്റ്റും പ്രൈസും ഈക്വൽ ആവുന്നതിലാണ് നമ്മൾ പ്രൈസ് ഒരു ഫേമിൻ്റെ ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഷോർട്ട് ടേൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഷോർട്ട് ടേൺ സപ്ലൈ കർവ് ഓഫ് ആൻ ഇൻഡസ്ട്രി നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.